കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാരതത്തിൻ്റെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റാണ് ബാഹുബലി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന GSLV മാർക്ക് 3 എന്ന LVM-3. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നേയുള്ളൂ ഇതിൻ്റെ പൂർണ്ണരൂപം. ചാന്ദ്രയാൻ പേടകങ്ങൾ, ഇന്ത്യയുടെ ഭാരമേറിയ പല ഉപഗ്രഹങ്ങൾ, UK കമ്പനിയായ വൺവെബിൻ്റെ 70ഓളം ചെറു ഉപഗ്രഹങ്ങൾ എല്ലാം വിക്ഷേപിച്ചത് ഈ റോക്കറ്റിലാണ്. നവംബർ 2 വിക്ഷേപിക്കുന്ന ഭാരതത്തിൻ്റെ ഒരു ചാരോപഗ്രഹം, തുടർന്ന് വിക്ഷേപിക്കുന്ന അമേരിക്കയുടെ ഭാരമേറിയ ബ്ലൂബേർഡ്, ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കുന്ന ഇന്ത്യയുടെ അഭിമാന പദ്ധതി ഗഗൻയാൻ വിക്ഷേപണങ്ങൾ തുടങ്ങി ഭാരതത്തിൻ്റെ വരാൻ പോകുന്ന അഭിമാന ദൗത്യങ്ങളെല്ലാം ബഹിരാകാശം പോകാൻ പോകുന്നത് LVM-3യിലാണ്. രാജ്യത്തിൻ്റെയും നമ്മുടെയും അഭിമാനം ബഹിരാകാശത്തോളം ഉയർത്തിയ ഈ റോക്കറ്റിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? എന്താ, റെഡിയല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തിയും പിന്തുണയ്ക്കുമല്ലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, എങ്കിലേ വിഷയം പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. 1960കളിൽ യുഗപ്രഭാവനായ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ഭാരതം ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് ചുവടുവെക്കുമ്പോൾ അമേരിക്ക ചന്ദ്രനിൽ ഇറങ്ങാനുള്ള അപ്പോളോ പദ്ധതികളിലായിരുന്നു. സോവിയറ്റ് യൂണിയൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പേടകങ്ങൾ വിജയകരമായി അയക്കുകയായിരുന്നു. അങ്ങനെ വൻ ശക്തികൾ ഉഴുതുമറിച്ചുകൊണ്ടിരുന്ന രംഗത്തേക്കാണ് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ഭാരതം അതിൻ്റെ എല്ലാ പരിമിതികളോടെയും ഇറങ്ങിത്തിരിക്കുന്നത്. വിക്രം സാരാഭായിയുടെ പ്രഭാവത്തിലും പ്രചോദനത്തിലും ആകൃഷ്ടരായ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർക്ക് കൃത്യമായ ശമ്പളം നൽകാൻ പോലും അന്ന് കഴിയുമായിരുന്നില്ല. അമേരിക്കയിൽ നിന്നും സൗജന്യമായി ലഭിച്ച സൗണ്ടിംഗ് റോക്കറ്റുകൾ സൈക്കിളിൽ വെച്ച് കിട്ടിയും തലച്ചുമടായും കാളവണ്ടിയിലുമൊക്കെ ലോഞ്ചിങ് പാഡിൽ എത്തിച്ചാണ് ആദ്യകാല വിക്ഷേപണങ്ങൾ തുമ്പയിൽ നിന്നും നടന്നിരുന്നത്. പക്ഷേ പരിമിതികൾക്കു മേലെ പ്രതിഭയും സമർപ്പണവും പറന്നപ്പോൾ ഭാരതവും എണ്ണപ്പെട്ട ബഹിരാകാശ ശക്തികളിൽ ഒന്നായി മാറുന്ന അത്ഭുത കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. 1980കളായപ്പോഴേക്കും സ്വന്തമായി ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു. 80കളുടെ അവസാനത്തോടെ ഉപഗ്രഹ നിർമ്മാണത്തിൽ ISRO ആശാന്മാരായി. പക്ഷേ ഉപഗ്രഹം നിർമ്മിക്കുക എന്നതിനൊപ്പം പ്രാധാന്യമുള്ളതാണ് ഇതിനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള വാഹനം റോക്കറ്റ് നിർമ്മിക്കുക എന്നത്. അത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു ടെക്നോളജിയാണ്. അല്ല, നൂറുകണക്കിന് ടെക്നോളജികളുടെ ഒരു സമാഹാരമാണ്, ഒരു സഞ്ചയമാണ്. എന്താണ് റോക്കറ്റ് എന്ന് നമുക്കൊക്കെ നന്നായി അറിയാം. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം, എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നതാണ് ആ നിയമം. എന്ന് വെച്ചാൽ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഒരു വഞ്ചിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ വഞ്ചി പിന്നിലേക്ക് പോകുന്നതും, വെടിയുണ്ട പായുമ്പോൾ തോക്ക് പിന്നിലേക്ക് വരുന്ന റീകോയിൽ, അതെല്ലാം ഈ നിയമമനുസരിച്ചാണ്. അതായത് ഒരു വലിയ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ എതിർദിശയിൽ അതേ അളവിൽ ബലമുണ്ടാകും. ഒരു റോക്കറ്റിൻ്റെ കമ്പസ്റ്റൻ ചേമ്പറിൽ ഇന്ധനം എരിഞ്ഞ് വൻ മർദ്ദത്തിൽ നോസിലിലൂടെ പുറന്തള്ളപ്പെടുമ്പോൾ എതിർദിശയിലുണ്ടാകുന്ന വലിയ ബലം ഉപയോഗിച്ചാണ് റോക്കറ്റ് ഉയരുന്നത്. ഇതാണ് റോക്കറ്റിൻ്റെ സയൻസ്. എത്ര സിമ്പിളാണല്ലേ? അതേ കൂട്ടുകാരെ, സയൻസ് വളരെ ലളിതമാണ്. എന്നാൽ ആ സയൻസ് ഉപയോഗിച്ചുള്ള ടെക്നോളജികൾ വളരെ സങ്കീർണവുമായിരിക്കും. ഉയർത്തേണ്ട ഭാരം, എത്തേണ്ട ഉയരം ഒക്കെ കണക്കാക്കി ഇന്ധനവും റോക്കറ്റും തയ്യാറാക്കണം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ അതിജീവിച്ച് കൃത്യമായ ഒരു പാത, ട്രാജക്ടറിയിലൂടെ കൃത്യമായ വേഗതയിൽ പോകണം. നിർദ്ദിഷ്ട ഭ്രമണപഥത്തിലെ പോയിന്റിലെത്തിയാൽ കൃത്യമായ ആംഗിളിൽ ആ പേലോഡിനെ ഇഞ്ചക്റ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഒരു റോക്കറ്റ് ചെയ്യുന്നത്. ഇന്ധനം കത്താൻ ഓക്സിജൻ ആവശ്യമാണല്ലോ. ഭൂമിയിലെല്ലാം കത്തുന്നത് വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ്. എന്നാൽ റോക്കറ്റ് വായുവില്ലാത്ത ഇടത്തുകൂടിയും പോകേണ്ടതുള്ളതുകൊണ്ട് ഓക്സിജനും ഒപ്പം കരുതണം. നാം കാണുന്ന റോക്കറ്റിൻ്റെ ഈ ഭീമാകാര രൂപം അങ്ങനെ തന്നെ ബഹിരാകാശത്തെത്തില്ല. എരിഞ്ഞു തീരുന്നതിനനുസരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ ഭാഗങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച്
അവസാനം പേലോഡ് അഥവാ ഉപഗ്രഹം ഇരിക്കുന്ന ചെറിയ ഭാഗം മാത്രമേ യഥാർത്ഥത്തിൽ സ്പേസിൽ എത്തുന്നുള്ളൂ. ഉദാഹരണത്തിന് നാം ഇപ്പോൾ സംസാരിക്കുന്ന LVM-3 റോക്കറ്റിൻ്റെ ആകെ ഭാരം 640 ടൺ അഥവാ 6,40,000 കിലോഗ്രാമാണ്. ഇതിൽ 550 ടൺ അഥവാ 5,55,000 കിലോഗ്രാമും ഇന്ധനമാണ്. ഈ റോക്കറ്റിൻ്റെ പേലോഡ് കപ്പാസിറ്റി അഥവാ ഭ്രമണപഥത്തിലേക്ക് വഹിക്കാവുന്ന ഉപഗ്രഹത്തിൻ്റെ പരമാവധി ഭാരം ലോ എർത്ത് ഓർബിറ്റിൽ അഥവാ 100-500 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് 9 ടൺ അഥവാ 9,000 കിലോഗ്രാമാണ്. ഉയരം കൂടുന്തോറും പേലോഡ് കപ്പാസിറ്റി കുറയും. നോക്കൂ കൂട്ടുകാരെ, ഈ 9 ടൺ 1,300 കിലോമീറ്റർ ഉയരത്തിലെത്തിക്കാനാണ് ഈ 550 ടൺ ഇന്ധനവും 90 ടൺ ഭാരമുള്ള വാഹനവും. അതും ഉപയോഗം കഴിഞ്ഞ വാഹനം മുഴുവനായി കടലിൽ ഉപേക്ഷിക്കുകയാണ്. അടുത്ത ഉപയോഗത്തിന് വേണ്ടി റോക്കറ്റ് വീണ്ടും ഒന്നിൽ നിന്നുണ്ടാക്കി തുടങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതിൻ്റെ സങ്കീർണത എത്രയാണ് എന്ന്. ഓരോ റോക്കറ്റിനും പല ഘട്ടങ്ങളുണ്ടാകും. ഏറ്റവും വലുതും ത്രസ്റ്റ് നൽകുന്നതുമായ ഒന്നാം ഘട്ടം, അതാണ് ആദ്യം കത്തുക. നിശ്ചിത ഉയരത്തിലെത്തിയാൽ ഈ ഘട്ടം വേർപെടുത്തി ഉപേക്ഷിക്കുകയും രണ്ടാം ഘട്ടം പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടം. മിക്കവാറും റോക്കറ്റുകൾക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ചിലതിന് 4 ഘട്ടങ്ങളുണ്ടാകും. ഓരോ ഘട്ടം സ്റ്റേജ് കഴിയുന്തോറും റോക്കറ്റിൻ്റെ ഭാരം കുറഞ്ഞു വരും, വേഗത കൂടിക്കൂടി വരും, കൂടുതൽ ഉയരത്തിലെത്തും. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലുമുള്ള ഇന്ധന സംവിധാനങ്ങൾ, എഞ്ചിനുകൾ, ആവശ്യമായ ത്രസ്റ്റ് ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. അവയെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, അങ്ങനെ ഒരു റോക്കറ്റിൻ്റെ സങ്കീർണതകൾ എണ്ണിയാലൊടുങ്ങില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പരാജയ സാധ്യതകളും വളരെ കൂടുതലാണ്. ശതകോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യാധ്വാനം ഒക്കെയാണ് ഓരോ ലോഞ്ചിനും വേണ്ടി വരുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും ഈ ഏർപ്പാടിന് ഇറങ്ങിത്തിരിക്കാത്തത്. അവിടെയാണ് അതിസാഹസികമായി ഭാരതം നാഴികക്കല്ലുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. വെറും 35 കിലോഗ്രാം പേലോഡ് 150 കിലോമീറ്റർ ഉയരത്തിലെത്തിക്കുന്ന കുഞ്ഞൻ റോക്കറ്റായ SLV ആയിരുന്നു ഭാരതത്തിൻ്റെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണ വാഹനം. 1980കളിൽ ഉപയോഗിച്ചിരുന്ന SLVക്ക് 17,000 കിലോഗ്രാം 17 ടൺ മാത്രമായിരുന്നു ഭാരം. അവിടെ നിന്നാണ് ഇപ്പോൾ 6,40,000 കിലോഗ്രാം ഭാരമുള്ള ബാഹുബലിയിലെത്തിയിരിക്കുന്നത്. ISRO ഇതുവരെ നിർമ്മിച്ചതിലേക്കും ഏറ്റവും വിശ്വസ്തവും വർക്ക് ഹോഴ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന റോക്കറ്റ് PSLV ആണ്. 1993 മുതൽ ഇതുവരെ 64 ലോഞ്ചുകളാണ് ഈ റോക്കറ്റ് നടത്തിയത്. അതിൽ പരാജയപ്പെട്ടത് 2 ഭാരതം ഇതുവരെ നടത്തിയ 104 ലോഞ്ചുകളിൽ 65 എണ്ണവും ഇവൻ തന്നെ. ഭാരതത്തിൻ്റെ പെരുമ ചൊവ്വയിലെത്തിച്ച മംഗൾയാൻ, ചന്ദ്രയാൻ 1, ആദിത്യ തുടങ്ങിയ അഭിമാന ദൗത്യങ്ങളെല്ലാം അണുവിട തെറ്റാതെ നടത്തിയതും ഇവൻ തന്നെ. പക്ഷേ 4 ഘട്ടങ്ങളുള്ള PSLVയുടെ പേലോഡ് കപ്പാസിറ്റി പരമാവധി 800-900 കിലോഗ്രാം മാത്രമാണ്. 36,800 കിലോമീറ്റർ അകലെയുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് GTOയിലേക്ക് ഭാരമേറിയ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെ എത്തിക്കാനുള്ള ശേഷി PSLVക്കില്ല. അങ്ങനെയാണ് അവസാന ഘട്ടത്തിൽ ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന GSLV ഭാരതം നിർമ്മിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായ ഒരു ടെക്നോളജിയാണ് ക്രയോജനിക് എഞ്ചിൻ്റേത്. -257 എന്ന ഭീകരമായ തണുപ്പിൽ മാത്രം സൂക്ഷിക്കാവുന്ന ദ്രവ ഹൈഡ്രജൻ, ലിക്വിഡ് ഹൈഡ്രജനാണ് ഇതിൻ്റെ പ്രധാന ഇന്ധനം. പിന്നെ ദ്രാവക ഓക്സിജനും. കൈകാര്യം ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള ഈ ഇന്ധന സംവിധാനം ISRO ഡെവലപ്പ് ചെയ്തത് 10 വർഷത്തിലേറെ സമയവും അനേകം പരാജയങ്ങളും 100 കണക്കിന് കോടി രൂപയും ചെലവിട്ടാണ്. ഇങ്ങനെ നിർമ്മിച്ച GSLVയുടെ ജിയോസിൻക്രണസ് ഓർബിറ്റിലേക്കുള്ള പേലോഡ് കപ്പാസിറ്റി 2,500 കിലോഗ്രാമാണ്. അപ്പോഴും 4,000 കിലോഗ്രാമിലധികം ഭാരമുള്ള കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാൻ ഭാരതത്തിന് ഫ്രഞ്ച് വിക്ഷേപണ വാഹനമായ ഏരിയൻ റോക്കറ്റിനെ തന്നെ ആശ്രയിക്കണമായിരുന്നു.
2017 ഇതേവരെ ISRO നിർമ്മിച്ച GSLV Mark III എന്ന് ആദ്യം പേരിട്ട, പിന്നീട് LVM-3 എന്ന് പുനർനാമകരണം ചെയ്ത ബാഹുബലി എന്നുകൂടി അറിയപ്പെടുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിക്കുന്നത്. ഇതുവരെ 7 വിക്ഷേപണങ്ങൾ ഇവൻ നടത്തി. ചാന്ദ്രയാൻ 2, 3, UK OneWeb സീരീസ്, ഇന്ത്യയുടെ തന്നെ GSAT, അങ്ങനെ എല്ലാ വിക്ഷേപണങ്ങളും വൻ വിജയം. അങ്ങനെ 100-ൽ 100 മാർക്കുമായിട്ടാണ് ബാഹുബലി യാത്ര തുടരുന്നത്. GSLVയെ അപേക്ഷിച്ച് ഇത്തിരി ഉയരം കുറഞ്ഞ് കുള്ളനായി, എന്നാൽ ഇരട്ടി കരുത്തുള്ളവനാണ് ബാഹുബലി. ജിയോസിൻക്രണസ് ഓർബിറ്റിലേക്ക് 4500 കിലോഗ്രാം വരെ എത്തിക്കും. ലോവർത്ത് ഓർബിറ്റിലാണെങ്കിൽ 9000 കിലോഗ്രാം വരെയും. നമുക്ക് ഈ റോക്കറ്റിൻ്റെ അനാട്ടമി ഒന്ന് നോക്കിയാലോ. LVM-3ക്കും 3 ഘട്ടങ്ങളാണുള്ളത്. ആകെ ഉയരം 43.43 മീറ്റർ, അഥവാ ഒരു 27 നില കെട്ടിടത്തിൻ്റെ ഉയരം. ഇരുവശങ്ങളിലും 25 മീറ്റർ ഉയരവും 3.5 മീറ്റർ വ്യാസവും ഇന്ധനമടക്കം 236 ടൺ, അതായത് 2,36,000 കിലോഗ്രാം ഭാരവുമുള്ള 2 ബൂസ്റ്റർ റോക്കറ്റുകളാണ് ഒന്നാം ഘട്ടം. ഇതിൽ ഉള്ളത് ഖര ഇന്ധനം അഥവാ സോളിഡ് ഫ്യൂവലാണ്. 128 സെക്കൻഡ്, ഏകദേശം 2 മിനിറ്റാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ 2 മിനിറ്റിന് ശേഷം ഇവ വേർപെട്ട് കടലിൽ പതിക്കും. അതിനുശേഷമാണ് 21 മീറ്റർ ഉയരവും ഇന്ധനമടക്കം 1,25,000 കിലോഗ്രാം 125 ടൺ ഭാരവുമുള്ള രണ്ടാം ഘട്ടം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അൺസിമെട്രിക്കൽ ഡൈമീഥൈൽ ഹൈഡ്രസീൻ അഥവാ UDMH എന്ന ഇന്ധനവും ഓക്സീകാരമായി ഡൈ നൈട്രജൻ ടെട്രോക്സൈഡും ഉപയോഗിക്കുന്ന, ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ലാത്ത PSLVയുടെ നട്ടല്ലായിരുന്ന 2 വികാസ് എഞ്ചിനുകളാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. 203 സെക്കൻഡ്, അതായത് 3 മിനിറ്റിലധികമാണ് ഇവയുടെ പ്രവർത്തന സമയം. ഇതിനും ശേഷമാണ് വിഖ്യാതമായ ക്രയോ സ്റ്റേജ്. GSLVയിൽ ഉപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിൻ CE 7.5 കുറേയൊക്കെ റഷ്യൻ എഞ്ചിനായ KVD-1 നിന്നും ഡിറൈവ് ചെയ്തതാണ്. എന്നാൽ LVMൽ ഉപയോഗിക്കുന്ന CE-20 എന്ന കിടയറ്റ ക്രയോജനിക് എഞ്ചിൻ പൂർണ്ണമായും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയെടുത്തതാണ്. CE 7.5ൻ്റെ 3 ഇരട്ടി കരുത്തും പ്രിസിഷനുമുള്ള ഈ എഞ്ചിനാണ് റോക്കറ്റിൽ ഏറ്റവും അധികം സമയം പ്രവർത്തിക്കുന്നതും ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഓർബിറ്റിൽ എത്തിക്കുന്നതും. 643 സെക്കൻഡ്, ഏകദേശം 10 മിനിറ്റ് ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്ന സമയത്താണ് ഉപഗ്രഹം ഓർബിറ്റൽ വെലോസിറ്റിയായ സെക്കൻഡിൽ 8.7 എന്നതിലേക്ക് എത്തുന്നത്. ഈ വേഗത ആർജിച്ചു കഴിഞ്ഞാണ് ഉപഗ്രഹത്തെ കൃത്യമായ ആംഗിളിൽ ഓർബിറ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. റോക്കറ്റിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. ഈ 10 മിനിറ്റിൽ എവിടെയെങ്കിലും വേഗത കുറയുകയോ ത്രസ്റ്റ് ലഭിക്കാതിരിക്കുകയോ ചെയ്താൽ കറക്റ്റ് ചെയ്യാൻ പോലും കഴിയാതെ ദൗത്യം പരാജയപ്പെടും. ക്രയോജനിക് സ്റ്റേജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിഷൻ കൺട്രോളിലെ പിരിമുറുക്കം എത്ര വലുതാണ് എന്ന് ലോഞ്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ആ LVM-3 റോക്കറ്റിൻ്റെ മാതൃക. ആദ്യം പറഞ്ഞ 2 കൂറ്റൻ S-200 എന്ന് പറഞ്ഞ ആ 2 ബൂസ്റ്റർ സ്റ്റേജ്, ഇതാണ് ഒന്നാം ഘട്ടം. അത് കഴിഞ്ഞ് ഇവിടം മുതൽ ഇവിടം വരെയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം. ഈ ഭാഗം ഇവിടെയാണ് 2 വികാസ് എഞ്ചിനുകൾ ഉള്ളത്. അതിനുശേഷം ഇവിടെ നിന്നാണ് അതിൻ്റെ മൂന്നാം ഘട്ടം. ഈ ഭാഗമാണ് അതിൻ്റെ ക്രയോജനിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ക്രയോജനിക് സ്റ്റേജും കഴിഞ്ഞ് ഈ ഏറ്റവും ടോപ്പ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഉപഗ്രഹം ഇരിക്കുക. അത് ഒരു ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ കവചം ഇത് തന്നെ അങ്ങ് വേർപെട്ട് മാറും, ഉപഗ്രഹം മാത്രം അവശേഷിക്കും. ഇതിൻ്റെ ഈ LVM-3 റോക്കറ്റിൻ്റെ 1:200 എന്ന ആ ഒരു സ്കെയിലിംഗ് മോഡലാണിത്. ഇതാണ് റോക്കറ്റിൻ്റെ യഥാർത്ഥ രൂപം. ഇങ്ങനെയാണ്. ഈ റോക്കറ്റാണ് മനുഷ്യരെ അയക്കുന്ന ഗഗൻയാൻ പദ്ധതിക്കും ഉപയോഗിക്കുക. പക്ഷേ അതിന് റോക്കറ്റിനെ ഹ്യൂമൻ റേറ്റ് ചെയ്യണം. എന്താണ് ഈ ഹ്യൂമൻ റേറ്റിംഗ്? നോക്കൂ, നമ്മൾ ലോറിയും ബസ്സുമൊക്കെ കാണുന്നില്ലേ? ഇവയുടെ എഞ്ചിനും അടിസ്ഥാന ഘടകങ്ങളും എല്ലാം ഒന്നാണെങ്കിലും
മനുഷ്യരെ കൊണ്ടുപോകുമ്പോൾ ധാരാളം അഡീഷണൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സസ്പെൻഷൻ, സുരക്ഷ, അങ്ങനെ പലതും. അതായത് ലോറിയെ ഹ്യൂമൻ റേറ്റ് ചെയ്താണ് ബസ്സാക്കുന്നത്. ഗുഡ്സ് ട്രെയിനിനെ ഹ്യൂമൻ റേറ്റ് ചെയ്താണ് ഒരു പാസഞ്ചർ ട്രെയിൻ ആക്കുന്നത്. അതുപോലെ മനുഷ്യരെ വഹിക്കുന്ന റോക്കറ്റും ഹ്യൂമൻ റേറ്റ് ചെയ്യണം. അത് ബസ്സിൻ്റെയും ട്രെയിനിൻ്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞ പോലല്ല, അതൊക്കും ഒരുപാട് മേലെ. വഹിക്കുന്നത് വിലപ്പെട്ട മനുഷ്യജീവനുകളായതുകൊണ്ട് ഒരു ചാൻസും എടുക്കാൻ കഴിയില്ല. റോക്കറ്റിൻ്റെ ആയിരക്കണക്കിന് ഘടകങ്ങൾ ഏതാണ്ടെല്ലാം ഒന്ന് ഫെയിലായാൽ അടുത്തത്, അതും പരാജയപ്പെട്ടാൽ അടുത്തത് എന്ന കണക്കിൽ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി എന്നിങ്ങനെ 4 ലെയർ സെക്യൂരിറ്റി ഉറപ്പാക്കണം. ഇവയെ എല്ലാം ഏകോപിപ്പിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സംവിധാനം വേണം. വിക്ഷേപണ വേളയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ യാത്രികർ ഇരിക്കുന്ന പേടകത്തെയും തൂക്കിയെടുത്ത് സുരക്ഷിതമായ അകലത്തേക്ക് പോകുന്ന ക്രൂ എസ്കേപ്പ് സംവിധാനം വേണം. അങ്ങനെയുള്ള ഹ്യൂമൻ റേറ്റിംഗ് ബാഹുബലിയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബറിൽ ഗഗൻയാൻ്റെ ആദ്യ സമ്പൂർണ്ണ ട്രയൽ ലോഞ്ച് ഉണ്ടാകും. 3 ട്രയൽ ലോഞ്ചിന് ശേഷം 2027 ആദ്യ പകുതിയിൽ, അതായത് ഇന്നേക്ക് ഒരു 1.5 വർഷത്തിന് ശേഷം യാത്രികരെയും വഹിച്ചുള്ള ആദ്യ ലോഞ്ച് നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഭാരതത്തിൻ്റെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ വിക്ഷേപിക്കുന്നതും LVM-3യിലാണ്. 8 മൊഡ്യൂളുകളായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത് പൂർത്തിയാക്കുന്ന വിധമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2028 ഇതിൻ്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കും. 2035 നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും. പറഞ്ഞല്ലോ, ഇപ്പോൾ LVM-3യുടെ പേലോഡ് കപ്പാസിറ്റി ലോ എർത്ത് ഓർബിറ്റിൽ 9000 കിലോഗ്രാമാണ്. റോക്കറ്റിൻ്റെ 2ാം ഘട്ടത്തിലെ വികാസ് എഞ്ചിനുകൾ മാറ്റി ഇപ്പോൾ വികസനം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സെമി ക്രയോജനിക് എഞ്ചിനുകൾ SC-2000 ഉപയോഗിച്ചാൽ ഇപ്പറഞ്ഞ പേലോഡ് കപ്പാസിറ്റി 14000 കിലോഗ്രാം ആക്കാൻ കഴിയും. GTOയിലേക്കാണെങ്കിൽ 6000-7000 കിലോഗ്രാം വരെയും. 2028 അങ്ങനെ ബാഹുബലി കൂടുതൽ കരുത്തനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബാഹുബലിയുടെ തോളിലേറി ഭാരതം ഉയരങ്ങൾ കീഴടക്കുകയാണ്. ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് ഒരിക്കലും സാധിക്കില്ല എന്ന് പരിഹസിച്ച രാജ്യങ്ങൾ ഇപ്പോൾ ബാഹുബലിയിൽ ഒരിടം കിട്ടാൻ കാത്തിരിക്കുന്നു. കൂടുതൽ കരുത്തനായ ബാഹുബലിയും അണിയറയിൽ ഒരുങ്ങുന്ന വമ്പൻ റോക്കറ്റുകളും ഭാരതത്തെ എത്തിക്കാൻ പോകുന്ന ഉയരങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴേ രോമാഞ്ചം തോന്നുന്നുണ്ട്, ഇല്ലേ? വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.